പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? കാണാൻ ചന്തമുള്ള പതാകകൾ ഇവിടെ പറന്നുകൊണ്ടിരിക്കുന്നു. ഭംഗിയുള്ള തോട്ടവുമുണ്ട് എന്ന് നോക്കുകയാണോ? ലണ്ടനില് ബക്കിംഗ്ഹാം കൊട്ടാരമില്ലേ? രാജകുടുംബത്തിൻ്റെതായ കൊട്ടാരം. അതിന്റെ മുൻവശത്താണ് ഇത്രയും ഭംഗിയായി ഇത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഈ സ്ഥലം കണ്ട് ആസ്വദിക്കാൻ ലോകത്തിൽ നിന്നും എത്രയധികം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാമോ? ഈ രാജകുടുംബം ഒരു കാലത്ത് വളരെ ഭക്തിയുള്ളവരായിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, വചനം വായിച്ച് ധ്യാനിച്ചിരുന്നു. ഈ രാജകൊട്ടാരത്തിൽ വസിച്ചിരുന്ന എലിസബത്ത് മഹാറാണിയില്ലേ, അടുത്ത കാലത്താണ് മരിച്ചത്. നല്ല പ്രായമുണ്ടായിരുന്നു അവർക്ക്. അവർ വേദപുസ്തകത്തെ സ്നേഹിച്ചിരുന്നു. ദിവസവും വേദവചനം വായിച്ച് ധ്യാനിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഞായറാഴ്ച തോറും തങ്ങളുടെ പേരക്കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ വന്ന് കർത്താവിനെ ആരാധിക്കുന്ന ശീലമുണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ അടുത്ത തലമുറ വന്നിരിക്കുന്നു. അവര് ദൈവത്തെ എത്രത്തോളം അന്വേഷിക്കുന്നുണ്ട് എന്നറിയില്ല. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവർ യേശുവിനെ അന്വേഷിക്കണം, യേശുവിനെ മുറുകെ പിടിക്കണം എന്ന് നാം പ്രാർത്ഥിക്കണം. ശരി, ഇന്ന് ദൈവം നിങ്ങൾക്കായി തരുന്ന വചനം എന്താണെന്നറിയണ്ടേ? പുറപ്പാട് 14 അധ്യായം 13 വാക്യം. ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രയീമ്യരെ ഇനി ഒരിക്കലും കാണുകയില്ല. ദൈവം ഒരു വാക്ക് തരുന്നു. അതായത്, ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രയീമ്യർ ആരാണവർ? ഇസ്രായേൽ ജനങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നു. ഇത്രയും വർഷം അടിമത്തത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ഇനി അവർ വിമോചിതരായി പാലും തേനും ഒഴുകുന്ന ദേശമാകുന്ന കനാൻ ദേശത്ത് സന്തോഷമായിരിക്കട്ടെ എന്ന് ദൈവം നടത്തിക്കൊണ്ടുപോകുന്നു. പക്ഷേ ഫറവോൻ, മിസ്രയീമിലെ രാജാവായ ഫറവോനും അയാളുടെ സൈന്യവും പുറപ്പെട്ട് അവരെ വീണ്ടും അടിമകളാക്കണം, തടവിലാക്കണം. അവരെ വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ച് പിന്തുടരുന്നു. മുന്നിലായി ചെങ്കടൽ, പിന്നിലായി ഫറവോന്റെ സൈന്യം. രണ്ടിനും നടുവിൽ അവർ കുടുങ്ങി. ഏകദേശം 30 ലക്ഷത്തിലുമധികം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വയസ്സായവരും കുടുംബസമേതം എല്ലാവരുമുണ്ട്. തുരത്തി വരുന്ന പടയാളികളെ കണ്ട് ഭയപ്പെടുന്നു. എങ്ങനെ യുദ്ധം ചെയ്യാനാകും? അവരെ എങ്ങനെ ജയിക്കും? മുന്നോട്ടോടി രക്ഷപ്പെടാനാവില്ല. കടലാണ് രണ്ടു ഭാഗത്തും. കുടുങ്ങിയിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അവർ ദൈവത്തെ നോക്കി വിളിക്കുന്നു. ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, പരിതസ്ഥിതി കണ്ട് ഭയപ്പെടേണ്ട. ഇന്ന് കാണുന്ന ശത്രുക്കളെ ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. നിങ്ങളെ അടിമകളാക്കി തടവിലാക്കി വേദനിപ്പിച്ചവരില്ലേ, അവരെ ഇനി കാണുകയില്ല എന്ന് ദൈവം വാക്കുകൊടുക്കുന്നു. ദൈവം വാക്കുകൊടുത്തതുപോലെ ചെങ്കടൽ രണ്ടായി ഭാഗിച്ച് തന്റെ ജനങ്ങളെ അതിന്റെ നടുവിലൂടെ നടത്തി. അതേ ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം, വേദവചനത്തിൽ എഴുതപ്പെട്ട ചരിത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ നിങ്ങളെ തുരത്തിക്കൊണ്ടു വരുന്നുണ്ടാകാം. സാത്താൻ എന്ന പിശാചിന്റെ മക്കൾ, ദുഷിച്ച ജനങ്ങൾ, ദൈവത്തിന് വിരോധികളായവർ, നിങ്ങളെ ഉപദ്രവിക്കുന്ന ജനങ്ങൾ ജോലി ചെയ്യുന്നിടത്തും വസിക്കുന്നിടത്തും, നിങ്ങളുടെ ഗ്രാമത്തിലും പട്ടണത്തിലും ശുശ്രൂഷയിലും നിങ്ങൾക്കെതിരായി പിന്തുടർന്നു വരുന്നുണ്ടാകും. നശിപ്പിക്കാനായി വരും. അവര് നശിച്ചു പോകും, കാണാതെ പോകും, ഇല്ലാതെ പോകും. ഇന്ന് കാണുന്ന ഈ ശത്രുക്കളെ ഇനി ഒരിക്കലും കാണുകയില്ല എന്ന് ദൈവം വാക്ക് തരുന്നു. ഭയപ്പെടേണ്ട. അതെങ്ങനെ നടക്കും? അവർക്ക് അധികാരമുണ്ട്, അവരുടെ കയ്യിൽ പവറുണ്ട്, അവർക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാമുണ്ട്. ഫറവോനുമുണ്ടായിരുന്നു വലിയ പദവിയും വലിയ സൈന്യവും എല്ലാം ഉണ്ടായിരുന്നു. യഹോവയെല്ലാം നശിപ്പിച്ച് നിർമൂലമാക്കി ഇസ്രായേല്യരെ ജയിപ്പിച്ചില്ലേ? നിങ്ങളെ പേടിപ്പിക്കുന്നവർ കാണാതെ പോകും, നിങ്ങളെ തുരത്തുന്നവരില്ലാതെ പോകും. നിങ്ങളെ അടിമകളാക്കാൻ ശ്രമിക്കുന്നവരെ ദൈവം കാണാതെ പോകുമാറാക്കും. ഭയപ്പെടേണ്ട, തളരാൻ പാടില്ല. ഇന്ന് കാണുന്ന മിസ്രയീമ്യരെ ഇനി ഒരിക്കലും കാണാതാക്കുവാനായി ദൈവം പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. അന്ന് ദൈവം തന്റെ ജനത്തിന് അത്ഭുതം ചെയ്തത് സത്യമാണെങ്കിൽ ഇന്നും ദൈവം ചെയ്യും. കാരണം അവൻ മാറാത്തവനാണ്. വിശ്വസിക്കുമോ നിങ്ങൾ? ഭയപ്പെട്ടിരിക്കുകയാണോ? തളർന്നിരിക്കുകയാണോ? മനുഷ്യരെക്കുറിച്ചും പരിതസ്ഥിതിയെക്കുറിച്ചും ഒന്നും ഭയപ്പെടേണ്ട. ശത്രുവിന്റെ സകല തന്ത്രങ്ങളും നാശമായി പോകും. നിങ്ങൾ ജയിക്കുന്നതാണ്. എന്റെ ശുശ്രൂഷയുടെ പാതയിൽ എത്രയോ പേർ തുരത്തി. ആരംഭകാലത്ത് 50 വർഷങ്ങൾക്ക് മുൻപ് ഈ ശുശ്രൂഷ ആരംഭിച്ച കാലം മുതൽ സാത്താൻ തുരത്തിക്കൊണ്ടേയിരിക്കുന്നു. ദുഷ്ടമനുഷ്യന്മാർ വന്ന് എന്നെ തുരത്തി യേശു വിടുവിക്കുന്നു എന്ന് ഈ ശുശ്രൂഷ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഈ ശുശ്രൂഷ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. മോഹൻ ലാസറസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് അവരൊന്നുമില്ല. പക്ഷേ ദൈവം എന്നെ സ്ഥിരമാക്കിയിരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ചെയ്യും. നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിക്കൂ, വിശ്വസിക്കൂ, അത്ഭുതങ്ങൾ കാണും. വിശ്വസിക്കുമെങ്കിൽ പറയൂ, ദൈവമേ, അങ്ങ് തന്ന വാഗ്ദത്തം എനിക്കുള്ളതാണ്, ഞാനത് വിശ്വസിക്കുന്നു. ഇന്നെനിക്ക് വിരോധമായി വന്നിരിക്കുന്ന ശത്രുവിന്റെ സകല ശക്തിയും അവന്റെ സൈന്യവും ദുഷ്ടമനുഷ്യരുടെ പ്രവൃത്തികൾ അസാധ്യമായി കൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇനി ഒരിക്കലും ഞാൻ അവരെ കാണുകയില്ല. ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.